മുകളിലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ സെമൻ ടെസ്റ്റ് റിസൾട്ട് നോക്കുമ്പോൾ അതിൽ അത്യാവശ്യം നല്ല കൗണ്ട് ഉണ്ട്. 126 മില്യൺ എന്നുള്ളത് നല്ല കൗണ്ട് തന്നെയാണ്. പക്ഷേ അതിൻ്റെ താഴേക്ക് പിന്നെ മോട്ടിലിറ്റി കുറവായിട്ടാണുള്ളത്. ആ മോട്ടിലിറ്റി കുറവ് എന്തുകൊണ്ട് വന്നു വെച്ചാൽ അതിൻ്റെ മുകളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ലിക്വിഫിക്കേഷൻ സമയം 60 മിനിറ്റ് ആണെന്നുള്ളത്. ഇങ്ങനെ ലിക്വിഫിക്കേഷൻ സമയം നമുക്ക് സാധാരണ ഒരു നോർമലി 30 മിനിറ്റ് മതി. 30 മിനിറ്റിന് മുകളിൽ ഒരു 40 ആയാലും കുഴപ്പമില്ല. പക്ഷേ അത് 60 മിനിറ്റ് അതിൻ്റെ മുകളിലേക്ക്, അതായത് ഒരു മണിക്കൂർ അതിലേറെ ലിക്വിഫിക്കേഷൻ സമയം ഉണ്ടാകുമ്പോൾ അത് ഗർഭധാരണത്തെ ബാധിക്കും. അതായത് പിന്നെ ഒരു പുരുഷന് സെമൻ പുറത്തു വന്നാൽ അത് കട്ടിയായിട്ടാണ് ഉണ്ടാവുക. ഒരു 10-30 മിനിറ്റ് കൊണ്ട് 15-30 മിനിറ്റ് കൊണ്ട് അത് ദ്രവരൂപത്തിലേക്ക് മാറണം. ഇത് കൂടുതൽ സമയം എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആ സെമനിലുള്ള ബീജങ്ങൾക്ക് പുറത്ത് കിടക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഈ ബീജങ്ങൾ ശരിയായിട്ട് ഗർഭപാത്രത്തിലെത്താൻ സമയമെടുക്കുകയും അപ്പോഴേക്കും അത് നശിച്ചു പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു 30 മിനിറ്റ് കൊണ്ട് ലിക്വിഫിക്കേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് ലിക്വിഫിക്കേഷൻ ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ കൂടുതൽ സമയം എടുക്കുമ്പോൾ ബീജങ്ങൾ ശരിയായി പിന്നെ യൂട്രസിൽ എത്താതിരിക്കുകയും അത് ഗർഭധാരണത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഇങ്ങനെ സെമൻ കട്ടി കൂടുമ്പോഴുള്ള പ്രശ്നം സ്പേമിൻ്റെ മോട്ടിലിറ്റി കുറയുന്ന പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ സ്പേമിൻ്റെ മോർഫോളജിയിലും പ്രശ്നങ്ങൾ വരും. ഇത്തരം ബീജങ്ങൾ സെർവിക്കൽ മ്യൂക്കസ് വഴി ബീജങ്ങൾ യൂട്രസിലേക്ക് കടക്കാൻ പ്രയാസമാവുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഗർഭധാരണം ഡിലേ ആവുകയും ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ട പരിഹാരങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ആളുകൾ വെള്ളം കൂടി വളരെ കുറവുണ്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. അതുപോലെ പുകവലി, മദ്യപാനം, ഉറക്കം കുറവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്ക്, ശരീരം ചൂട് കൂടുതലുള്ളവർക്കൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ. പിന്നെ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെമനിൽ ഇൻഫെക്ഷൻ വന്നാലും ഇങ്ങനെ ഉണ്ടാകും. അത് പിന്നെ ആ സെമൻ റിസൾട്ടിൽ തന്നെ നമുക്ക് PUS സെൽ എത്ര ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ കഴിയും. അപ്പോൾ സെമനിൽ ഇൻഫെക്ഷൻ വന്നാലും, ശരീരം ചൂട് കൂടിയാലും, വെള്ളം കുറവായാലും, ശരിയായ ശരീരത്തിൽ പോഷകങ്ങൾ ഇല്ലാതിരുന്നാലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും. സിങ്ക്, സെലീനിയം, നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞ കോക്യൂട്ടണ്, വിറ്റാമിൻ സി ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്തണം. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകം തന്നെ ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫുഡുകൾ കഴിക്കുക. തക്കാളി, വാൾനട്ട്സ്, ബദാം, പംകിൻ സീഡ്, അതുപോലെ പുളിയുള്ള വിറ്റാമിൻ സി കൂടുതലുള്ള സിട്രസ് ഫ്രൂട്ട്സ്, ഇത്തരം ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. കൃത്യമായിട്ട് ഉറങ്ങുക. ഉറക്കം വൈകുന്നവരുടെ ശരീരം ഹീറ്റ് കൂടും. അപ്പം ഇത്തരം പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ കൃത്യമായിട്ട് ഉറങ്ങുക. ഒരേ സ്ഥലത്ത് തന്നെ അധിക സമയം ഇരിക്കാതിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ലിക്വിഫിക്കേഷൻ സമയം കൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബീജങ്ങൾ ഇപ്പോൾ സെമനെ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോൾ ബീജങ്ങൾ സെമന് യോനിയിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുക. കാരണം ആ ബീജങ്ങൾക്ക് ചലനശേഷി ഉണ്ടാവില്ല. അത് സെമൻ കട്ടിയായിട്ട് തന്നെ കിടക്കും. അങ്ങനെ കിടക്കുമ്പോൾ അതിൽ നിന്ന് ബീജങ്ങൾ മുക്തമാവാതെ വരികയും ബീജങ്ങൾക്ക് ഗർഭപാത്രത്തിലേക്ക് എത്താൻ കഴിയാതെ വരികയും ചെയ്യും. അപ്പോൾ അത് ഗർഭധാരണത്തെ ഡിലേ ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ലിക്വിഫിക്കേഷൻ സമയം എന്നുള്ളത് ഒരു പ്രധാന വിഷയം തന്നെയാണ് ഗർഭധാരണത്തെ സംബന്ധിച്ചിടത്തോളം. നമുക്കൊരു 30-40 മിനിറ്റാണ് നമുക്ക് ശരാശരി വേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്.